ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് എനിക്ക് അങ്ങനെ മാരകമായിട്ടുള്ള അസുഖമാണോ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വല്ലാണ്ട് അങ്ങനെ കഥ പറഞ്ഞ് നിങ്ങളും ബോറടിപ്പിക്കുന്നില്ല, സിമ്പിളായിട്ട് വേഗം പറയാം. അപ്പോൾ എൻ്റെ അസുഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈറോയ്ഡ് തന്നെയാണ്. പക്ഷേ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയേനെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് പീരിയഡ്സ്, അതായത് ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ 2 മാസമൊക്കെ ആയിട്ട് എൻ്റെ പീരിയഡ്സ് കറക്റ്റ് അല്ലാതെ ആയി വരുമായിരുന്നു. ദെൻ കഴിഞ്ഞ മന്ത്ലി എൻ്റെ പീരിയഡ്സ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി പ്രഗ്നൻസി ആണോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അല്ല എന്നുള്ളത് അറിയായിരുന്നു. എന്നാലും ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, അതും അല്ലായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ളത് തൈറോയിഡ്, PCOD, ഈ 2 കാര്യമാണുള്ളത്. അങ്ങനെ ഞാൻ തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി, അതും എൻ്റെ നോർമലായിരുന്നു. പിന്നെ വിചാരിച്ചു വന്ന് പിന്നെ PCOD ആയിരിക്കും, കാരണം തൈറോയിഡ് നോർമലാണ്, പീരിയഡ്സ് കറക്റ്റ് ആയിട്ടില്ല, അങ്ങനെ പറഞ്ഞ് പിന്നെ കുറച്ച് ദിവസം അങ്ങനെ നോർമലായിട്ട് പോയി. പിന്നെ ആ ഒരു ഭാഗം ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പുറത്ത് പോയി വരുന്ന വഴിക്ക് എനിക്ക് ഒന്നാമത് ബ്രീത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ബ്രീത്ത് എടുക്കാനൊക്കെ എനിക്ക് വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ്. അങ്ങനെ എനിക്കൊരു ദിവസം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു സൈഡിൽ ഞാൻ ഇങ്ങനെ ആക്കിയപ്പോൾ ഇതിവിടെ ഒരു മുഴ പോലെ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ ഒരു ഏരിയയിൽ. അപ്പം ഞാനിങ്ങനെ ഗൂഗിളെടുത്ത് പറഞ്ഞു, ഗൂഗിൾ എനിക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, വേദന ഒന്നുമല്ല, പക്ഷെ എനിക്ക് എന്തോ ഒരു സംഭവം നമ്മുടെ തൊണ്ടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞു നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തൃശ്ശൂർ എലൈറ്റിൽ കൺസൾട്ട് ചെയ്തപ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അതായത് ബ്രീത്ത് എടുക്കാൻ പ്രശ്നമുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സംസാരിക്കുമ്പോഴും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. ബ്രീത്ത് എടുക്കാനും പ്രശ്നമുണ്ട്, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴൊക്കെ എനിക്ക് വയറ് കുറച്ച് കഴിക്കുമ്പോഴേക്കും ഭയങ്കര ഫുൾഫില്ലായ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു നെക്കിൻ്റെ. അങ്ങനെ ഞാൻ പാലക്കാട് പൾസ് ഹോസ്പിറ്റലിൽ പോയി അൾട്രാസൗണ്ട് നെക്കിൻ്റെ സ്കാനിങ് ഒക്കെ ചെയ്തു. ആ ചെയ്തതിൻ്റെ ഇത് എനിക്ക് അൾട്രാസൗണ്ടിനെ എഴുതി തന്നിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ തൈറോയിഡിന് സ്പെഷ്യലായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫിസിഷ്യനെയാണ് കാണിച്ചത്, രാകേഷ് ഡോക്ടറാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അൾട്രാസൗണ്ട് എനിക്ക് കാണുന്നുണ്ടെന്നറിയില്ല, അൾട്രാസൗണ്ട് നെക്കിന് ആളെങ്കിൽ എഴുതി തന്നു. അപ്പം അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു റിസൾട്ട്. അപ്പം അതിന് റിസൾട്ട് കിട്ടും. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് എൻ്റെ തൈറോയ്ഡ് ഗ്ലാൻഡ് അപ്പിയേഴ്സ് മിഡിൽ എൻലാർജ്ഡ് ഇൻ സൈസ് ലെഫ്റ്റ്, അതായത് എൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ മറ്റേ തൈറോയിഡിൻ്റെ ആ ഒരു ഇത് ഇച്ചിരി വലുതായിട്ടുണ്ട്. ആ ഒരു ഗ്ലാൻഡ് ഇച്ചിരി വലുതായ പോലെയാണ് കാണിക്കുന്നത്. ഇതാണ് എൻ്റെ റിപ്പോർട്ട്. ഈ ഒരു സൈസ് കണ്ടോ? ഓക്കെ, എല്ലാത്തിലും നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇച്ചിരി സൈസ് കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ നോർമലി തൈറോയ്ഡ് ഉള്ള ആൾക്കാർക്ക് ഉള്ളിലേക്ക് അല്ലെങ്കിൽ അകത്തോട്ട് അല്ലെങ്കിൽ പുറത്തോട്ട് ഇങ്ങനെ ഇതായിട്ട് വരും. പക്ഷെ എൻ്റെ തൈറോയ്ഡ് റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് നോർമലായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായി, അയ്യോ തൈറോയ്ഡും ഇല്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു അത്യാവശ്യം നല്ലൊരു മുഴയുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കും, അതുപോലെ യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ കണ്ടത് നമ്മളെ ഈ ക്യാൻസറിൻ്റെ സംഭവമൊക്കെ ആണെന്നൊക്കെ ആയിരുന്നു. പിന്നെ ബ്രീത്തിൻ്റെ പ്രശ്നം എനിക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ടെൻഷനായി. ശരിക്കും നമ്മൾ അങ്ങനെ ചെയ്ത് വിഡിത്തരാണ്. പിന്നെ എൻ്റെ ഡോക്ടറും ഒക്കെ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഒരിക്കലും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബും ഗൂഗിളും ഒന്നും സെർച്ച് ചെയ്യാണ്ടിരിക്കുക, അപ്പോൾ തന്നെ പകുതി ടെൻഷൻ കുറയുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് എൻ്റെ ഡോക്ടറുടെ നമ്പർ ഇല്ല. അങ്ങനെ ഞാൻ അമ്മ ആശാവർക്കറായിട്ട് തൃശ്ശൂർ വർക്ക് ചെയ്യുക. അപ്പോൾ അമ്മയുടെ ഹോസ്പിറ്റലിൽ ഡോക്ടർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇത് എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്കൊന്നൊരു FNAC ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് FNAC ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. FNAC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്നാണ് അതിൻ്റെ ഒരു ഫോം വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന തടിപ്പ്, മുഴ, അതുപോലെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന ചിലപ്പോൾ പഴുപ്പ്, അതായത് ചെറിയ തടിപ്പൊക്കെ വരില്ലേ, അത് നമ്മൾ കുത്തിയെടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും.
അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്യാൻസർ ആണോ എന്നുള്ളൊരു ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ട്. കാരണം അമ്മാതി വീഡിയോകളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ 1-2 ഡോക്ടേഴ്സിന് അയച്ചു കൊടുത്തപ്പോൾ ഇവരെല്ലാവരും ഒരേ കാര്യം പറഞ്ഞത്, നിങ്ങൾ എന്തായാലും ഈ ഒരു ടെസ്റ്റ് ചെയ്യ്. അപ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ, എന്താണ് അതെന്ന് നമുക്കറിയാലോ. അങ്ങനെ ഞാൻ അന്ന് ഞാൻ ഓൾറെഡി പാലക്കാടാണ്, എൻ്റെ ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ മറ്റേ ഡയഗ്നോസ്റ്റിക്സിലാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ ഓൾറെഡി ഡോക്ടർ പോയിന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ ഇത്രയും എമർജൻസി എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വന്നു. നമ്മുടെ കഴുത്ത് ഇങ്ങനെ വെച്ചിട്ട്, ഞാൻ ഇത് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ FNAC ടെസ്റ്റ് അടിച്ചു കൊടുത്തപ്പോൾ ഒരുപാട് വീഡിയോസിൻ്റെ താഴെ കുറേ കമൻസുകൾ കണ്ടു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ FNAC ടെസ്റ്റിന് കൊടുക്കാൻ പോവാണ്, കൊടുത്തിട്ടുണ്ട്, പേടിയാവുന്നു, പിന്നെ അതുപോലെ തന്നെ ഈ ടെസ്റ്റ് ചെയ്യാൻ പേടിയുള്ളത് കൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇതേ സെയിം സംഭവം തന്നെയായിരുന്നു എനിക്കും. പക്ഷെ എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം നമ്മുടെ നെക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു പൊസിഷനിലാണ് നമ്മുടെ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ അവിടെ ഒരു ലിക്വിഡ് പോലത്തെ സംഭവം ഇങ്ങനെ ആക്കിയിട്ട് നമ്മുടെ ഉമിനീര് ഇറക്കാൻ പറയും. അപ്പോൾ കറക്റ്റ് നമ്മുടെ ഗ്ലാഡർ കിട്ടും. അവിടെ നിന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുക. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ബോഡി പെയിനും നല്ല തരിപ്പൊക്കെ ഉണ്ടാവുമെന്ന്. അതുപോലെ തന്നെ 2 ദിവസം ഞാൻ കിടപ്പന്നെയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ചൊവ്വാഴ്ച റിസൾട്ട് വന്നു, നോർമലായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഇതേ രാകേഷ് ഡോക്ടറാണ് ബുക്ക് ചെയ്ത് കൺസൾട്ട് ചെയ്തത്. ആളുടെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ അപ്പോൾ എനിക്ക് ഈ സംഭവം പോണല്ലോ, എനിക്ക് എൻ്റെ അടുത്ത ആൾ പറഞ്ഞു മെഡിസിൻ ഒന്നും കഴിക്കണ്ട, കുഴപ്പമില്ല, നോർമലാണ് റിസൾട്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിരുന്നാലും അപ്പോൾ അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നോൺ ക്യാൻസറസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് ക്യാൻസർ അല്ല. അപ്പോൾ ഇത് FNACയുടെ ഒരു ടെസ്റ്റ് ആയിരുന്നു. FNAC ടെസ്റ്റിൻ്റെ റിസൾട്ടിലാണ് ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, എല്ലാം കൊണ്ടും സമാധാനമായി. പക്ഷെ എനിക്കിപ്പോഴും ടെൻഷൻ ഉള്ളത് ഈ സംഭവം പോണല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് മെഡിസിൻ എടുക്കണ്ടെന്ന് പറഞ്ഞു ആള്. അപ്പോൾ ആള് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് നോർമലി അത് പോകുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ ഇത് വല്ല തടിപ്പോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറല്ല, ഏതിൻ്റെയാണോ ഇത് വെച്ചാൽ ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതേപോലെ FNAC ടെസ്റ്റുകളൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ. കാരണം നമ്മൾ നോർമലി ഇഞ്ചക്ഷൻ എടുക്കുന്ന പെയിൻ തന്നെയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് തൈറോയിഡിൻ്റെ ഒക്കെ നിങ്ങൾ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. മേ ബി അത് കാണിച്ചില്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് മന്തിൽ ഞാൻ ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഉണ്ടോ, നോർമലായോ. പക്ഷെ എനിക്കിപ്പോഴും ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കല്ല, ഈ ഒരു ഏരിയയിൽ ഈ ഒരു തടിപ്പ് കേട്ടോ, ഈ ഒരു ശരിക്കും മുഴ പോലെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. കാരണം ഞാനിപ്പോൾ 1-2 വീഡിയോയിൽ എൻ്റെ അസുഖം അതെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇപ്പം പാലക്കാടൊക്കെ നിപ്പ അതുപോലുള്ള അസുഖങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ചെയ്യുക. ബൈ.